അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 4 ചൊവ്വാഴ്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഈ മാസം കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ട്. വാഷിംഗ്ടൺ ഡിസിയിൽ ഫെബ്രുവരി 13 കൂടിക്കാഴ്ച. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഈ മാസം 12, 13 തീയതികളിലാണ് മോദി അമേരിക്ക സന്ദർശിക്കുന്നത്. ഫ്രാൻസ് സന്ദർശനത്തിന് ശേഷം ഫെബ്രുവരി 12 വൈകുന്നേരമാണ് മോദി അമേരിക്കയിലെത്തുക. 2 ദിവസം അവിടെ തങ്ങുന്ന മോദിക്ക് വൈറ്റ് ഹൌസ് സന്ദർശനമടക്കം മറ്റ് ഔദ്യോഗിക പരിപാടികളും ഉണ്ട്. മോദിക്ക് വൈറ്റ് ഹൌസിൽ അത്താഴ വിരുന്നൊരുക്കുമെന്നും സൂചനയുണ്ട്. അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തീരുവയിലും അനധികൃത കുടിയേറ്റ വിഷയത്തിലും പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ചർച്ച നടക്കുമെന്നാണ് കരുതുന്നത്. UPAയ്ക്കോ NDAയ്ക്കോ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയം നല്ലതായിരുന്നെങ്കിലും ഇത് നടപ്പാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാജയപ്പെട്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. അതിവേഗം വളർന്നിട്ടും തൊഴിലില്ലായ്മ പരിഹരിക്കാനായില്ല എന്നത് നമ്മൾ നേരിടുന്ന സാർവത്രികമായ പ്രശ്നമാണെന്നും രാജ്യത്തെ ഉൽപാദന മേഖലയുടെ വിഹിതം 2014 15.3% നിന്ന് ഇന്ന് 12.6% എത്തിയെന്നും 60 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇതെന്നും രാഹുൽ പറഞ്ഞു. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ കേരളത്തെ അവഗണിക്കുന്നതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതാണെന്നും ഒരു സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ് നിഷേധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തോട് എന്തുമാകാമെന്ന നിലപാടാണ് കേന്ദ്രത്തിനെന്നും എയിംസ് ഇതുവരെ കേരളത്തിന് നൽകിയില്ലെന്നും വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു സഹായവും നൽകിയില്ലെന്നും വയനാടിന്റെ കാര്യത്തിലും യാതൊരു പ്രഖ്യാപനവും നടത്തിയില്ലെന്നും വന്യജീവി സംഘർഷം ഇല്ലാതാക്കാനുള്ള സഹായം ചോദിച്ചിട്ടും കേട്ട ഭാവമില്ലെന്നും സംസ്ഥാനത്തിന്റെ ഭാഗമാകേണ്ടവർ വിക്കട ന്യായങ്ങൾ പറയുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കണ്ണൂരിൽ CPM ജില്ലാ സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം പിന്നാക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ സഹായം നൽകാമെന്ന പ്രതികരണത്തിൽ നിന്ന് മലക്കം മറിഞ്ഞ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കൂടുതൽ സഹായത്തിനായി കേരളത്തോട് ധനകാര്യ കമ്മീഷനെ സമീപിക്കാനാണ് പറഞ്ഞതെന്നും അതിനുശേഷമേ സർക്കാരിന് തീരുമാനമെടുക്കാനാകൂ എന്നുമാണ് ഉദ്ദേശിച്ചതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലേറെ സീറ്റുകൾ നേടി ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് CPM. ഒരു പാർട്ടി നേതാവുമല്ല ജനങ്ങളാണ് അനിവാര്യമായിട്ടുള്ളതെന്നും ശരിയല്ലാത്ത ഒരു നിലപാടിനെയും പാർട്ടി അംഗീകരിച്ചിട്ടില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും തടങ്കലിലാണെന്നും അദ്ദേഹം CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന യോഗത്തിൽ കൂട്ടിച്ചേർത്തു. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് DYFI മുൻ ജില്ലാ പ്രസിഡന്റും വടകര ഏരിയ സെക്രട്ടറിയുമായിരുന്ന PK ദിവാകരനെ ഒഴിവാക്കിയതിനെതിരെ വടകരയിൽ പ്രവർത്തകരുടെ പ്രതിഷേധം. മണിയൂർ തുറശ്ശേരി മുക്കിൽ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ 40ഓളം പേർ പ്രതിഷേധ പ്രകടനം നടത്തി. ചെക്ക് പോസ്റ്റുകളിലെ അഴിമതിക്കാരെ നിയന്ത്രിക്കാൻ കർശന നിർദ്ദേശവുമായി ഗതാഗത കമ്മീഷണർ. ചെക്ക് പോസ്റ്റുകളിൽ നിന്നും ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ ഉത്തരവിട്ടു. ചെക്ക് പോസ്റ്റുകളിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം ആവശ്യമില്ലെന്നും ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒരു AMVയും ഓരോ ഓഫീസ് അറ്റൻഡും മതിയെന്നാണ് ഉത്തരവിട്ടത്. വിഷുവിനോടനുബന്ധിച്ച് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താനൊരുങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കോടതി അനുമതി കിട്ടിയാൽ അയ്യപ്പ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത സ്വർണ്ണ ലോക്കറ്റുകളും വിഷുവിന് പുറത്തിറക്കും. 50-ലധികം രാജ്യത്തിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമലയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 86 കോടി രൂപയുടെ വരുമാന വർധനവുണ്ടായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഈ സീസണിൽ 55 ലക്ഷം തീർത്ഥാടകരാണ് ദർശനത്തിന് എത്തിയതെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ ലക്ഷത്തിലധികം ഭക്തജനങ്ങളാണ് ഇത്തവണ ശബരിമലയിൽ ദർശനം നടത്തിയതെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. 440 കോടി രൂപ വരവ് ലഭിച്ചുവെന്നും അരവണ വിൽപ്പനയിൽ മാത്രം 191 കോടി രൂപയും കാണിക്ക ഇനത്തിൽ 126 കോടി രൂപയും ലഭിച്ചുവെന്നും
147 കോടി രൂപ മണ്ഡല മഹോത്സവവുമായി ബന്ധപ്പെട്ട് ചെലവായെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. കൊച്ചി വൈറ്റിലയിൽ സൈനികർക്കായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിലെ 2 ടവറുകൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി. ബി, സി എന്നീ ടവറുകളാണ് പൊളിച്ചു നീക്കി പുതിയത് പണിയേണ്ടത്. ഫ്ളാറ്റുകൾ സുരക്ഷിതമല്ലെന്ന് കാണിച്ച് താമസക്കാർ തന്നെ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കൊച്ചിയിലെ മാലിന്യം തള്ളുന്ന ബ്രഹ്മപുരത്ത് ഇപ്പോൾ വേണമെങ്കിൽ ക്രിക്കറ്റ് കളിക്കാമെന്ന മന്ത്രി എം.ബി. രാജേഷ്. ബ്രഹ്മപുരത്ത് മേയർ എം. അനിൽകുമാറിനും പി. വി. ശ്രീനിജൻ എം.എൽ.എക്കുമൊപ്പം ക്രിക്കറ്റ് കളിക്കുന്ന ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചുള്ള പോസ്റ്റിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. കൊച്ചി നഗരസഭയും സംസ്ഥാന സർക്കാരും ഏറെ പഴികേട്ട സംഭവമായിരുന്നു ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം. സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിംഗിലെ ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിനെതിരായ പോക്സോ കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. കൺസൾട്ടിംഗ് എഡിറ്റർ കെ. അരുൺകുമാർ, റിപ്പോർട്ടർ ഷഹബാസ് അഹമ്മദ് എന്നിവർ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് പി. വി. കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. ഇതേ കോടതി പ്രതികൾക്ക് നേരത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിൽ ഒരു ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ ആരംഭിക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ലോക ക്യാൻസർ ദിനമായ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ടാഗോർ തിയേറ്ററിൽ വെച്ച് മുഖ്യമന്ത്രി നിർവഹിക്കും. ഏറ്റുമാനൂരിൽ കൊല്ലപ്പെട്ട പോലീസുകാരന് ക്രൂരമായ മർദ്ദനമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നെഞ്ചിലേറ്റ പരിക്കാണ് മരണകാരണമായതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മർദ്ദനമേറ്റ പോലീസുകാരന്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞു. നെഞ്ചിൽ ഗുരുതരമായി പരിക്കേറ്റു. ശ്വാസകോശത്തിൽ ക്ഷതവും ആന്തരിക രക്തസ്രാവവും സംഭവിച്ചതായും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായ മാഞ്ഞൂർ ചിറയിൻ വീട്ടിൽ ശ്യാം പ്രസാദാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജിബിൻ ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശത്തിനെതിരെ നടൻ വിനായകൻ. അധമ കുലജാതരെ ഉന്നത കുലജാതി പദവിയിലെത്തിക്കാൻ അങ്ങയുടെ കുടുംബം വിറ്റാണെങ്കിലും പോരാടണമെന്ന് വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ അധമ കുലജാതൻ അങ്ങയുടെ പിന്നിൽ തന്നെ ഉണ്ടാകുമെന്നും കുറിപ്പിലുണ്ട്. ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ താമസ സമുച്ചയത്തിന്റെ 26ാം നിലയിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. നേരത്തെ അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തിരുന്നത്. തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പലിനെ അടക്കം ചോദ്യം ചെയ്തതിനു ശേഷമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തത്. ഈ റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപിയെ നേരിടുന്നതിന് സിപിഎമ്മിന് ആശയപരമായും രാഷ്ട്രീയമായും ബലഹീനതയുണ്ടായെന്ന് കരട് രാഷ്ട്രീയ പ്രമേയം. പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. 75 വയസ്സ് പ്രായപരിധി തുടരുമെന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആർക്കെങ്കിലും ഇളവ് നൽകണോ എന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നും പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം ലഭിക്കാനായി 3-4 തവണ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ അയച്ചെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്നലെ ലോക്സഭയിലാണ് രാഹുൽ ഗാന്ധി പ്രസ്താവന നടത്തിയത്. ഇന്ത്യയുടെ നില മെച്ചപ്പെട്ടിരുന്നെങ്കിൽ യുഎസ് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നേരിട്ട ക്ഷണം ലഭിക്കുമായിരുന്നുവെന്നും 3-4 തവണ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ അയക്കേണ്ടി വരുമായിരുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നുണ പ്രചരിപ്പിക്കുകയാണെന്നും തന്റെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ രാജ്യത്തിന്റെ അന്തസ്സ് തകർക്കുന്നതാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. മെറീന ബീച്ചിൽ സമാധാന റാലി സംഘടിപ്പിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ.
DMK സ്ഥാപകനും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന CN അണ്ണാദുരൈയുടെ 56ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു റാലി. മറീന ബീച്ചിൽ സ്ഥിതി ചെയ്യുന്ന അണ്ണാദുരൈയുടെ സ്മൃതി മണ്ഡപത്തിൽ പാർട്ടി പ്രവർത്തകർ പുഷ്പാർച്ചനയും നടത്തി. റെയിൽവേയിൽ വൻ വികസന പ്രഖ്യാപനവുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. റെയിൽവേ സുരക്ഷയ്ക്കായി 1.16 ലക്ഷം കോടി രൂപ റെയിൽ ബജറ്റിൽ വകയിരുത്തിയതായി പ്രഖ്യാപിച്ച അദ്ദേഹം മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനായി 50 നമോ ഭാരത് ട്രെയിനുകളും 200 വന്ദേ ഭാരത് ട്രെയിനുകളും കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു. കേരളത്തിന് റെയിൽ വികസനത്തിനായി 3042 കോടി രൂപ നീക്കിവച്ചെന്നും അദ്ദേഹം പറഞ്ഞു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മഹാകുംഭമേളയിലെ 3ാം അമൃത സ്നാനത്തിന് വൻ ഭക്തജനത്തിരക്ക്. ബസന്ത് പഞ്ചമി ദിനത്തിലെ അമൃത സ്നാനത്തിനായി ലക്ഷങ്ങളെത്തി. യോഗി സർക്കാർ ഹെലികോപ്റ്ററുകളിൽ നിന്ന് പുഷ്പവൃഷ്ടിയും നടത്തി. മകരസംക്രാന്തിയിലെ ആദ്യത്തെ അമൃത സ്നാൻ, മൌനി അമാവാസിയിലെ രണ്ടാമത്തെ അമൃത സ്നാൻ എന്നീ അവസരങ്ങളിലും UP സർക്കാർ പുഷ്പവൃഷ്ടി നടത്തിയിരുന്നു. മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നാംഗ്യോൽ വാങ്ചുക് എത്തി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജാവിനെ സ്വീകരിച്ചു. ഭൂട്ടാൻ രാജാവ് ഇന്ന് മഹാകുംഭം സന്ദർശിക്കും. ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യുകയും പുണ്യസ്ഥലത്ത് ദർശനവും പൂജയും നടത്തുകയും ചെയ്യും. അയോധ്യയിൽ ദളിത് യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് അയോധ്യയിലെ ഒരു കനാലിൽ വലിച്ചെറിഞ്ഞ നിലയിൽ 22കാരിയുടെ മൃതശരീരം കണ്ടെത്തിയത്. കുംഭമേളയ്ക്കിടെയുണ്ടായ ദുരന്തം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിഷേധം. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി എംപിമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ചർച്ച അനുവദിക്കാതിരുന്ന സ്പീക്കർ പാർലമെന്റ് സ്തംഭിപ്പിച്ച് ജനങ്ങളുടെ നികുതി പണം എംപിമാർ പാഴാക്കരുതെന്ന് പറഞ്ഞു. രാജ്യസഭയിൽ ചെയർമാൻ ജഗ്ദീപ് ധൻകറും പ്രതിപക്ഷത്തെ നേരിട്ടു. വഖഫ് നിയമ ഭേദഗതിയിലും പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ടിരുന്നു. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിന് വാശിയേറിയ അന്തരീക്ഷത്തിൽ തിരശ്ശീല വീണു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ BJPക്കായി പ്രവർത്തിക്കുകയാണെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രചാരണം അവസാനിപ്പിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു. കെജ്രിവാളിന് ഇപ്പോഴുമുള്ള നേരിയ മുൻതൂക്കം ബജറ്റ് നിർദ്ദേശങ്ങൾക്ക് കിട്ടുന്ന പിന്തുണയിലൂടെ മറികടക്കാമെന്നാണ് BJPയുടെ പ്രതീക്ഷ. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി നടത്തിയ പരാമർശത്തിൽ അവകാശ ലംഘന നോട്ടീസ് നൽകി BJP. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ പരാമർശിച്ച് പാവം സ്ത്രീ എന്ന പരാമർശത്തിലാണ് സോണിയാഗാന്ധിക്കെതിരെ പാർലമെന്റിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സോണിയയുടെ പരാമർശങ്ങൾ രാജ്യത്തിന്റെ പരമോന്നത ഭരണഘടനാ സ്ഥാനത്തിന് നേരെയുള്ള അവമതിപ്പാണെന്നും BJP അംഗങ്ങൾ പറഞ്ഞു. മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ മൃതദേഹങ്ങൾ നദിയിൽ വലിച്ചെറിഞ്ഞതായി നടിയും രാജ്യസഭാ എംപിയുമായ ജയ ബച്ചൻ. മൃതദേഹങ്ങൾ വലിച്ചെറിഞ്ഞതിനാൽ നദിയിലെ വെള്ളം മലിനമായിരിക്കുകയാണെന്നും സമാജ്വാദി പാർട്ടി എംപിയായ ജയ ബച്ചൻ ആരോപിച്ചു. പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു ജയ ബച്ചന്റെ ആരോപണം. യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്യൻ യൂണിയനും അധിക ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ഇങ്ങോട്ട് വേണ്ടെന്ന് വ്യക്തമാക്കി യൂറോപ്യൻ യൂണിയൻ. ട്രംപ് നികുതി വർദ്ധിപ്പിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കി. യൂറോപ്പിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ഭരണാധികാരികളുമെല്ലാം ട്രംപിന്റെ ഭീഷണി തള്ളിക്കളഞ്ഞു. മെക്സിക്കോയ്ക്ക് മേൽ ചുമത്തിയ 25% അധിക നികുതി താൽക്കാലികമായി മരവിപ്പിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെക്സിക്കോ പ്രസിഡന്റ് ക്ലോഡിയ ഷൈൻബോമുമായി പ്രസിഡന്റ് ട്രംപ് ചർച്ച നടത്തിയതിനെ തുടർന്നാണ് തീരുമാനമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. തെക്കൻ അതിർത്തിയിലൂടെയുള്ള അഭയാർത്ഥി പ്രവാഹം തടയാൻ മെക്സിക്കോ 10,000 സൈനികരെ അയക്കുമെന്ന് ഉറപ്പു കിട്ടിയതായും ട്രംപ് വ്യക്തമാക്കി. മെക്സിക്കോയ്ക്കൊപ്പം കാനഡയുടെ കാര്യത്തിലും പുനർവിചിന്തനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. തീരുവ നടപടികൾക്കെതിരെ ആഗോളതലത്തിൽ വലിയ വിമർശനം നേരിട്ട സാഹചര്യത്തിലാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പിന്മാറ്റമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ അവസാന 2020-ൽ ബാറ്റിംഗിനിടെ വിരലിന് പരിക്കേറ്റ സഞ്ജു സാംസണ് 1 മാസത്തേക്ക് ഗ്രൌണ്ടിലിറങ്ങാൻ ആകില്ല. താരത്തിന് ഡോക്ടർമാർ 6 ആഴ്ചത്തെ വിശ്രമം നിർദ്ദേശിച്ചു. താരത്തിന്റെ കൈവിരലിന് പൊട്ടലുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ഈ മാസം 8-ന് ആരംഭിക്കുന്ന രഞ്ജി ട്രോഫിയിൽ സഞ്ജുവിന് കളിക്കാനാകില്ല. 2020 ക്രിക്കറ്റിൽ സ്ഥിരമായി 250-260 റൺസൊക്കെ സ്കോർ ചെയ്യാൻ
ഇന്ത്യൻ ടീമിന് സാധിക്കണമെന്ന് പരിശീലകൻ ഗൌതം ഗംഭീർ. ഇംഗ്ലണ്ടിനെതിരായ 5ാം T20യിൽ 150 റൺസിന്റെ വമ്പൻ വിജയം നേടിയതിന് പിന്നാലെയാണ് ഗംഭീർ നിലപാട് വ്യക്തമാക്കിയത്. കളി തോറ്റുപോകുമോ എന്ന ഭയം താരങ്ങൾക്ക് ഉണ്ടാകരുതെന്നും ഗംഭീർ പ്രതികരിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.